കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തു. പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സമയോചിത ഇടപെടലിലാണ് വിദ്യാർത്ഥി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇംതിയാസ് കരിമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായി. ഇതിപ്പോൾ എപ്പോഴായിരുന്നു സംഭവം നടന്നത്? ആ ഇടപെടലിൽ കുട്ടിക്ക് പരിക്കൊന്നും ഏൽക്കാതിരുന്നതും വളരെ ആശ്വാസമായി അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് വാണിമേൽ ഭാഗത്തു നിന്നൊക്കെ തെരുവുനായയുടെ ശല്യവും കടിയേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു. ഇന്നലെ 4:30 കോഴിക്കോട് മുക്കത്ത് വീണ്ടും ഒരു സംഭവം ഉണ്ടാവുന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന 5ാം ക്ലാസ്സുകാരൻ, ഒരു കുറ്റിപ്പാല പെട്രോൾ പമ്പുണ്ട്, ആ പെട്രോൾ പമ്പിന് മുൻപിലൂടെയാണ് ഈ വിദ്യാർത്ഥി വീട്ടിലേക്ക് പോകുന്നത്. അതിനിടയ്ക്കാണ് ഒരു തെരുവുനായ ഈ കുട്ടിയുടെ നേരെ പാഞ്ഞെടുക്കുന്നത്. തെരുവുനായ വരുന്നത് കാണുന്നതോടുകൂടി ഈ കുട്ടി ഓടുന്നുണ്ട്, പേടിച്ചോടുകയാണ്. അങ്ങനെ ഓടിയപ്പോൾ കൂടെ പിന്നാലെ ഈ നായയും ഓടിയതായിട്ടാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന്, CCTV ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പ് ജീവനക്കാരൻ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുമ്പോൾ തെരുവുനായ തിരിച്ചോടി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. ഈ രീതിയിലാണ് ഇപ്പോൾ നഗരത്തിലും ഗ്രാമങ്ങളിലുമൊക്കെ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായതോടുകൂടി ഈ അതിരാവിലെ 6 മണിക്ക് മദ്രസകളിലേക്കും പിന്നീട് സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു വലിയ ശല്യമായി, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മോത്തി.